ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് റമദാനിൻ്റെ മൂന്നാമത്തെ നോമ്പിൻ്റെ ദിവസമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ വെറുതെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് അത് നല്ല മഴ കേട്ടോ. ഇതിൻ്റെ തലേ ദിവസം, റമദാനിൻ്റെ തലേ ദിവസത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് ഇതുപോലെ ചെറിയൊരു മഴയൊക്കെ പെയ്തിരുന്നു, ഒരു അരമണിക്കൂർ കേട്ടോ, കുറച്ച് സമയം പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇന്ന് ഇതാ നല്ല പേരും മഴ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം പുറത്തിങ്ങനെ മഴയൊക്കെ നോക്കി അവിടെ നിന്നിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ, നല്ലൊരു തണുപ്പും. പ്രത്യേകിച്ച് ഇപ്പം നല്ല ചൂടൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ടൈമും കൂടി ആയിരുന്നല്ലോ. അപ്പോൾ ആ മഴ അങ്ങനെ പെയ്തപ്പോൾ നല്ലൊരു ആസ്വദിച്ചങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്ന് ഒരു മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഒരു ചോറ് കഴിക്കാൻ വേണ്ടി വല്ലാത്തൊരാഗ്രഹം കേട്ടോ. നമ്മൾ റമദാൻ ആയതിനു ശേഷം ഞാൻ ചോറ് അങ്ങനെ ഉണ്ടാക്കാറില്ല, കഴിക്കാറുമില്ല കേട്ടോ. അപ്പം ഇന്ന് എന്താണെന്നറിയില്ല, മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഒരു ചോറ് കഴിക്കാനൊരു പൂതി കേട്ടോ. അങ്ങനെ ഏതായാലും മഴയൊക്കെ തോർന്നപ്പോൾ ഞാനും കൂടെ മീൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ പോയതാട്ടോ, എനിക്കൊന്ന് നേരം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പോയി. അങ്ങനെ മീൻ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നല്ല തല വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, വലിയ മീനിന്റെ തല വെട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ തലക്കറി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ കുറച്ച് തല വെട്ടി വെച്ചത് കുറച്ച് വാങ്ങിച്ച് കുറച്ച് മാന്തൾ മീനും വാങ്ങിട്ടോ. അപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ, എന്താ വെച്ചാൽ കാര്യമായിട്ട് ഞാൻ തന്നെയാണ് കഴിക്കുക. ഞാനും കഴിക്കുമോയെന്ന് അറിയൂല, പൂതിയോണ്ട് വാങ്ങിയതാണ്. ഇപ്പൊ നോമ്പക്കായം കൊണ്ട് ഇപ്പൊ നീ എങ്ങനെ കഴിക്കാന്നൊന്നും അറിയൂല. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് പെട്ടെന്ന് തന്നെ ആ കറി ഉണ്ടാക്കി തന്നു കേട്ടോ. ഒക്കെയാണ് ഉണ്ടാക്കി തന്നത്. ഞാൻ ചായയും കടിയൊക്കെ നേരത്തെ ആക്കി വെച്ചിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇന്ന് നല്ല പൂളക്കറി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കൂട്ടാലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ മീനിന്റെ തലക്കറി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാന്തള മീൻ പൊരിച്ചെടുത്ത് ഏതായാലും ഇത്രയൊക്കെ ആയപ്പോൾ ഒരു താളിപ്പും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം മുരിങ്ങൻ്റെ ഇല താളിപ്പാട്ട് ഉണ്ടാക്കുന്നത്. മുരിങ്ങൻ്റെ ഇല നമ്മളെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കയറി നോമ്പൊക്കെ തുറന്നതിന് ശേഷം കുറച്ച് മുരിങ്ങൻ്റെ ഇലയും പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഞ്ഞിവെള്ളത്തിലാട്ടോ താളിച്ചത്. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും ഇട്ടിട്ട് മുരിങ്ങേൻ്റെ ഇല അതിലിട്ട് ഒന്ന് താളിച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ കഞ്ഞിവെള്ളം താളിപ്പ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ മുരിങ്ങേൻ്റെ ഇല ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ താളിച്ച് കഴിച്ചോലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഇതെല്ലാം റെഡിയായി ഞാൻ ഇഷായിന് ശേഷം കുറച്ച് ചോറെടുത്തിട്ട് നമ്മളെ കഞ്ഞിവെള്ളം താളിപ്പും അതുപോലെ തലക്കറിയും മാന്തൾ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കുറച്ച് ചോറ് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇങ്ങനെ ചോറുന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനതൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് പിന്നെ തറാവി കഴിഞ്ഞ് വരുമ്പോൾ ഉപ്പിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് പൊതുവേ ഉപ്പിലിട്ട് വലിയ ഇഷ്ടമുള്ള ആളൊന്നല്ല കേട്ടോ ഞാൻ. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ ഉപ്പിലിട്ട് കൊണ്ടുവരേണ്ടതെന്ന്. അപ്പോൾ ഞാൻ കഴിക്കുകയാണെങ്കിലും എനിക്ക് പൈനാപ്പിൾ ആയിട്ട് ഇഷ്ടം. അപ്പോൾ എനിക്ക് പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.